നിയമങ്ങൾ പാലിക്കൂ. കാക്കിക്കുള്ളിൽ സഖാക്കൾക്ക് ഓടാമുല്ലേ പോലീസേ. പിണറായിയുടെ പിണറായി ഭരണം നാട് ഭരിക്കാനറിയില്ലെങ്കിൽ രാജിവെക്കൂ, പുറത്തു പോകൂ. രാജിവെക്കൂ, പുറത്തു പോകൂ. കാലം മാറും, ഭരണം മാറും. കാലം മാറും, ഭരണം മാറും. പോലീസെല്ലാം തെറ്റുകളല്ല, എന്നാലും ചില തെറ്റുകളുണ്ട്. പിണറായി പറഞ്ഞേക്കാം, ഒന്നേയൊന്ന് പറഞ്ഞേക്കാം. കാലം മാറും, ഭരണം മാറും. ഭരണത്തിന്റെ കാലം മാറും. കൊച്ചു വെളുപ്പാങ്കാലത്താണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ കയറി പോലീസ് സ്വന്തം അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഉറങ്ങിക്കിടന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ബലമായി അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലാക്കി ഇന്ന് തുറുങ്കിൽ അടച്ചിരിക്കുകയാണ്. അദ്ദേഹം കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ ധീരമായി യുവജന ശബ്ദമായി പോരാടിയ ഒരു ചെറുപ്പക്കാരനാണ്. തിരുവനന്തപുരത്ത് പിണറായി സർക്കാരിനെതിരെ മാർച്ച് നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ തുറുങ്കിലടച്ചത്. കഴിഞ്ഞ 20 ദിവസത്തിന് മുന്നേ നടന്ന സംഭവമാണ്. ഈ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കലോത്സവത്തിന് മുഴുവൻ സമയം കൊല്ലത്ത് കുട്ടികളോടൊപ്പം ആ വേദിയിലും പരിസരത്തുമായി നിറഞ്ഞതാണ്. അപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയോ പോലീസ് ഒരു പേപ്പർ പോലും, ഒരു നോട്ടീസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അദ്ദേഹം ആരെയും കൊന്നിട്ടില്ല, അദ്ദേഹം ആരെയും കുത്തിയിട്ടില്ല, അദ്ദേഹം ഒരു കൊലപാതക കേസിൽ പ്രതിയല്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പിണറായി സർക്കാരിനെതിരെ ധൈര്യമായി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തൊഴിലില്ലായ്മയ്ക്കും പട്ടിണിക്കും ദാരിദ്ര്യത്തിനും വിലക്കയറ്റത്തിനുമെതിരെ യുവജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ പോരാടിയതിൻ്റെ പ്രതികാരമാണ് അദ്ദേഹത്തിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത്. സ്വന്തം അമ്മയുടെ മുന്നിൽ നിന്ന് വലിച്ചിറക്കി പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ തുറുങ്കിലടച്ചിരിക്കുകയാണ്. ഇത് പിണറായിയുടെ ഫാസിസ്റ്റ് നടപടിയാണ്. നരേന്ദ്രമോദിയുടെ അങ്ങ് ഡൽഹിയിൽ ചെയ്യുന്നതാണ് പിണറായി വിജയനും കേരളത്തിൽ ചെയ്യുന്നത്. കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫാസിസ്റ്റ് സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത്. ഒരിക്കലും പ്രതിഷേധിക്കുന്നവരെ, അത് കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലിക്കൊല്ലുന്നു, പലതല്ലി പൊട്ടിക്കുന്നു, കാലുതല്ലി ഓടിക്കുന്നു. പ്രതിഷേധം നടത്തുന്ന സംസ്ഥാന യുവജന കോൺഗ്രസിന്റെ അധ്യക്ഷനെയാണ് തുറുങ്കിലടക്കുന്നത്. പിണറായി ഓർക്കുക, ഇനിയുമുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് പേരെ നിങ്ങൾ തുറുങ്കിലടക്കേണ്ടി വരും. കേരളത്തിലെ യുവജന ശബ്ദമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊട്ടാരക്കരയിൽ കോൺഗ്രസ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. നമുക്കറിയാം, കൊട്ടാരക്കരയിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പൗജ പത്മനെ, ഈ പൗജ പത്മൻ 17 ദിവസമാണ് അട്ടക്കുളങ്ങര ജയിലിൽ കിടന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. കൊട്ടാരക്കരയിൽ പിണറായി എത്തിയപ്പോൾ പിണറായിക്കെതിരെ കരിങ്കൊടി കാണിച്ചു എന്ന ഒരു പ്രശ്നം വെച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മാർച്ചിൽ പങ്കെടുത്തതിന്റെ പേരിൽ പൗജ പത്മനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. ഈ പൗജ പത്മനും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്രതിഷേധിക്കുന്നവരെ, കരിങ്കൊടി കാണിക്കുന്നവരെ തുറുങ്കിൽ അടക്കുകയാണെങ്കിൽ കേരളത്തിൽ അനേകം ലക്ഷം ചെറുപ്പക്കാരെയും UDF-കാരെയും തുറുങ്കിലടക്കേണ്ടി വരും. കോൺഗ്രസിന്റെ എന്റെ സഹപ്രവർത്തക പവിജ പത്മൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഈ സമരം ഒരു സൂചനാ സമരമാണ്. പോലീസ് ലാത്തി കൊണ്ട് ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പോലീസിനെ കൈകാര്യം ചെയ്ത് പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. അങ്ങനെ കൈകാര്യം ചെയ്യാൻ നോക്കിയാൽ കൊട്ടാരക്കരയുടെ തെരുവിൽ, ഈ തെരുവിൽ കിടന്ന് മരിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ്. ഈ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ ആർജവത്തോടെ കൊട്ടാരക്കരയിലെ പോലീസിനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് പോലീസിനെ കൈകാര്യം ചെയ്ത പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് ഞങ്ങളെ ലാത്തി കൊണ്ട് അങ്ങ് കൈകാര്യം ചെയ്ത് കളയാമെന്ന ധാരണയെങ്കിൽ അതങ്ങ് മടക്കി മടക്കി പോക്കറ്റിൽ വെച്ചേക്കണം. ഇനി അത് ഇങ്ങോട്ട് എടുത്താൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി ഞങ്ങൾക്കും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.